ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷെയ്ബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യൻ അബൂബക്കർ അൽ മർവസി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് പറയാണ്, മാ അക്സറ ദാഈന ലക്, ഇമാം നിങ്ങൾക്ക് വേണ്ടി ദുആ ഇരക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണ് എന്ന്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷെയ്ബാനി ഇമാം അഹ്ലി സുന്ന എത്ര വലിയ പ്രഗത്ഭമതിയാണ്. നമ്മൾ 4 മദ്ഹബിൻ്റെ ഇമാംമാരെ എണ്ണുമ്പോൾ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, മാലിക് ബിൻ അനസ് അൽ അസ്ബഹി, മുഹമ്മദ് ഇബ്ൻ ഇദ്രീസ് അശ്ശാഫിഈ, പിന്നെ അഹ്മദ് ബിൻ ഹംബൽ ഷെയ്ബാനി റഹ്മത്തുള്ളാഹി അലൽ ജമീഅ. ഈ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ജീവിച്ച നാളിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ എത്രമേൽ പ്രഗത്ഭമതിയാണ്. അദ്ദേഹം ഹദീസ് വിഷയത്തിൽ, ഫിഖ്ഹി വിഷയത്തിൽ, വിശ്വാസപരമായ വിഷയങ്ങളിൽ ഒക്കെ ആളുകൾക്കെല്ലാവർക്കും സ്വീകാര്യയോഗ്യനായ മഹാപണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ ലോകം ഒന്നടങ്കം അദ്ദേഹത്തിന് വേണ്ടി ദുആ ഇരക്കുന്ന ഒരു നാളായിരുന്നു ആ കാലഘട്ടം. അതുകൊണ്ടാണ് അബൂബക്കറിൽ മർവസി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പറയുന്നത്, മാ അക്സറ ദാഈന ലക്, അങ്ങേക്ക് വേണ്ടി ദുആ ഇരക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണ് എന്ന്. എന്താ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അതിനോട് പ്രതികരിച്ചത്? അഖാഫു അൻ യകൂന ഇസ്തിദ്റാജൻ, അത് ഇസ്തിദ്റാജാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് എന്നാണ്. എന്താ ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ? ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞെങ്കിൽ പടിപടിയായുള്ള പിടികൂടൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ തെറ്റിൽ തുടരുന്നു എന്നിട്ടും ദുനിയാവ് അയാൾക്ക് അനുകൂലമാവുകയും അയാളുടെ മുമ്പിൽ കുമിഞ്ഞുകൂടുകയും ചെയ്യുന്നു. ഒരാൾ തെറ്റിൽ വിരാജിക്കുകയാണ്, പക്ഷേ ദുനിയാവ് അയാൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്താ അതിനെക്കുറിച്ച് പറഞ്ഞത്? ഇന്നമാ ഹുവ ഇസ്തിദ്റാജുൻ, അത് ഇസ്തിദ്റാജാണെന്നാണ്. അള്ളാഹു നമ്മെ കാക്കട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കയറ് നീട്ടിയിട്ട് കൊടുക്കുകയാണ്. എന്തിന്? ഒറ്റയടിക്ക് ഒന്നിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയാറുള്ളത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല യുംഹിൽ വലാ യുഹ്മിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ അവസരം നീട്ടിയിട്ട് കൊടുക്കും, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവഗണിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഒരു നാളിൽ പിടികൂടും. ആ പിടികൂടൽ കടുത്ത ഭാഷയിൽ കൊടിയ ഭാവത്തിലായിരിക്കും. അപ്പോൾ തെറ്റിൽ തുടർന്നിട്ടും ആർക്കെങ്കിലും ദുനിയാവ് പോഷിക്കുന്നുവെങ്കിൽ അത് ഇസ്തിദ്റാജാണ് എന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുക്കുകയാണ് ഒരൊറ്റപ്പിടുത്തത്തിന് വേണ്ടി. അള്ളാഹു നമ്മെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ദുആ ഇരക്കുന്നവരുടെ എണ്ണം എത്രയാണ്? അപ്പോൾ അദ്ദേഹം പറയുന്നത്, അഖാഫു അൻ യകൂന ഇസ്തിദ്റാജ, അത് ഇസ്തിദ്റാജാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. എന്താ പ്രതികരണത്തിൻ്റെ ഭാഷ? അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താ? നിങ്ങൾക്ക് വേണ്ടി ദുആ ഇരക്കുന്ന കുറേ ആളുകളുടെ അറിയുമ്പോൾ, ഞാൻ ഇമാമല്ലേ, ഞാൻ യോഗ്യനല്ലേ, ഞാൻ വലിയ പണ്ഡിതനല്ലേ, ഞാൻ ഫഖീഹല്ലേ, ഞാൻ ആളുകളെ പഠിക്കുന്നവനല്ലേ, എനിക്ക് ഗ്രന്ഥശേഖരല്ലേ എന്ന മേനി പറയുകയല്ല, ഞാൻ അതിന് യോഗ്യനാണെന്ന് വായിക്കുകയല്ല. പിന്നെയോ ഇമാം ഒതുങ്ങുകയാണ്, ഭവ്യമാവുകയാണ്. അത് ഇസ്തിദ്റാജായേക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്നാണ് അതിനോട് പ്രതികരിച്ചത്.